റീൽസിലൊക്കെ കാണുന്ന പോലെ ഒരു ചേട്ടായി മോഡ് തന്നെയാണോ? അല്ല, റീൽസിൽ കാണുന്നേക്കാൾ കുറച്ചും കൂടി അതിനെക്കാട്ടി അടിപൊളിയാണ്. റീല് കൊള്ളൂല്ലേ? ഡയറക്ടർ കട്ട് പറഞ്ഞിട്ട് ആക്ടിങ് തുടർന്ന ഒരാള് കട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ല. ഈ വാഴ 2 ഹ്യൂജ് സക്സസ് ആയി കഴിഞ്ഞാൽ വാഴ 3 ഉണ്ടാവുമോ? ഫസ്റ്റ് പാർട്ടിലെ ആക്ടേഴ്സുമായിട്ട് മിംഗിൾ ചെയ്തിട്ടുള്ള ഒരു സാധനം എല്ലാവരും ഫ്രാഞ്ചൈസി പോലെ തുറന്നു പോകാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ്. പുതിയ വാഴ എവിടെയൊന്നും നിൽക്കില്ല, മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. സഹൃദരെ, ഇന്ന് നമ്മളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് വാഴ 2 ടീമാണ്. അതെ, വാഴ 2 ടീം. അപ്പൊ ആദ്യം നമുക്ക് അറ്റൻഡൻസ് വിളിച്ചു തുടങ്ങാം. ആഷിർ പ്രസന്റ്, അലൻ പ്രസന്റ്, വിനയ് അജിൻ, ദേവരാജ്, ശബരി, ബിജിക്കുട്ടൻ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. എന്താണ് ഹാജറെന്നും പറഞ്ഞ് ചെറുപ്പത്തിലെ സ്കൂളിലൊക്കെ പോലും കുറവായിരുന്നു. ഇപ്പം നമുക്കറിയാം, ആഷിറാണെങ്കിലും ഇപ്പൊ അലൻ, നിങ്ങളെല്ലാരും ഇപ്പൊ ദേവരാജ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. ഇപ്പൊ നിങ്ങളെല്ലാരും ഓൾമോസ്റ്റ് നോക്കാം, അതായത് നിങ്ങളുടെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് പോലും ബേസിക്കലി പ്രേക്ഷകർക്ക് ഭയങ്കര സുപരിചിതമാണ്. അപ്പൊ അങ്ങനത്തെ ഇവരെ ഈ ചിത്രത്തിലും കാണാം. അങ്ങനെ ഒറ്റ പറയുന്നത്. അതെ, തീർച്ചയായും. ഓക്കെ, ആഷിറിന് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള സംഗതി എന്തായിരുന്നു വാഴ 2? ആ ഒരു കോർഡിനേഷൻ, നമ്മളെല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതും ഒരു ടീം വർക്ക്, അത് കൊള്ളായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഈ വിജയേട്ടൻ ബേസിക്കലി സംബന്ധിച്ച് ഈ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഒരു സീനിയർ ആക്ടർ ആയിട്ടാണ് നമുക്ക് നോക്കുക. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഈ യൂത്തമ്മ? അല്ല, നമ്മൾ ഈ സീനിയർ ആക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാവും എന്ന് കരുതി സീനിയർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്. കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര സിനിമയിൽ വലുതായിട്ട് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് എനിക്ക് തോന്നുന്നത് സീനിയോറിറ്റി അല്ല വലുത്. എനിക്ക് തോന്നുന്നു അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഇവരെ പോലുള്ള ഇപ്പം പറഞ്ഞ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് തന്നെ സിനിമയിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ഇവർ തന്നെയാണ് ഈ സിനിമയുടെ അട്രാക്ഷൻ ആദ്യം തുടങ്ങി അവസാനം വരെ ഉള്ളത്. പിന്നെ അപ്പോൾ അതാണ് ഞാൻ പറയുക, ഇതിനകത്ത് സീനിയോറിറ്റി നോക്കുകയാണെങ്കിൽ എനിക്ക് നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, നമ്മൾ ഈ വാഴ എഴുതിയ ആളും അതുപോലെ തന്നെ സംവിധാനം ചെയ്യുന്ന ആളും ഒക്കെ അത് നോക്കിയിട്ട് ആണ് ചെയ്തേക്കണം. അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായത് എന്താണ്, ജനങ്ങൾക്ക് ആവശ്യമായ ആളുകൾ ആരാണ് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ യൂത്ത് ടീം എല്ലാവരും നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവർ 4 പേരും ഇവരൊക്കെ എല്ലാവരും എനിക്ക് ഇവരെ ഞങ്ങൾ വലിയ ഇതില്ലാണ്ടല്ലോ. കാരണം ഞങ്ങൾ തമ്മിൽ മറ്റേ കോമ്പിനേഷനും ഇല്ല. പിന്നെ ഇവരെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് എങ്കിലും. അപ്പം ഇവര് ചെയ്യുന്ന അതേപടി ഈ സിനിമയിൽ ചെയ്താക്കല്ല. ആ ഇഷ്ടപ്പെടുന്ന റീലല്ല ഇതിനകത്ത്. ഇതിനകത്തൊരു അഭിനയമുണ്ട്, ഒരു കഥയുണ്ട്. ആ കഥക്ക് അനുസൃതമായിട്ടുള്ള ആളുകൾ വേണം, ക്യാരക്ടേഴ്സ് വേണം. അതാണ് ഇവിടെ പ്ലേസ് ചെയ്താക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അതിൻ്റെ ഇപ്പം നമ്മൾ ഈ ചലനങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അത് തന്നെ എടുത്ത് ഇങ്ങനെ ചെയ്താക്കണമല്ല. അപ്പം റീലും ഈ സിനിമയായിട്ട് ഭയങ്കര അന്തരമുണ്ട്. റീലിൽ ചെയ്യുന്ന പോലെയല്ല സിനിമ. അപ്പം അത് അവർ മനോഹരമായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്തായാലും നല്ല വെറൈറ്റി ആയിരിക്കും. എന്തായാലും ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റീല് പ്ലാൻ ചെയ്ത് നിങ്ങൾ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് അങ്ങനത്തെ രീതിയിലായിരുന്നു. സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോർമാറ്റേ വ്യത്യാസമാണ്. കൃത്യ ടൈമിങ് ഉണ്ടാവും, ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒരുപാട് ടെക്നീഷ്യൻസ് ഒക്കെ അടങ്ങുന്ന ഒരു സംഗതിയായിരിക്കും. ആ ഒരു മാറ്റം എങ്ങനെ ഉണ്ടായിരുന്നു? ആർക്കും പറയാം, എല്ലാരും പറഞ്ഞു. റീൽ എന്ന് പറയുന്ന ബ്രോ ഞങ്ങൾ 4 പേര് മാത്രമല്ലേ. ഇത് ഞങ്ങൾക്ക് ഡയറക്ടറിന്റെ ഓപ്ഷൻസ് പിന്നെ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നോക്കണം. ഒരുപാട് പേര് ചേർന്ന് വരുന്നതാണ് സിനിമ. അപ്പൊ ആ ഒരു വ്യത്യാസം നല്ല വലിയ വ്യത്യാസം. മറ്റേ ഞങ്ങൾ 4 പേരുടെ അഭിപ്രായം മാത്രം കേട്ടാൽ മതി. അതെ, സിനിമയിലോട്ട് വരുമ്പോൾ അത്രയും വലിയൊരു ക്രൂ, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. അപ്പൊ നമ്മളതെല്ലാം വിലയിരുത്തി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മിസ്റ്റേക്ക് വരുന്നുണ്ട്, എന്നാലും നമ്മളത് വീണ്ടും ക്ലിയർ ചെയ്ത് പോണ വലിയൊരു കാര്യം തന്നെയാണ്.
ഈ വാഴയുടെ ഫസ്റ്റ് പാർട്ടില് ഇവര് UK പോകാൻ പ്ലാൻ ചെയ്യുമല്ലോ. യഥാർത്ഥ UK-ലുണ്ടോ? സെക്കൻഡ് ഹാഫിൽ UK ഒക്കെ പ്രതീക്ഷിക്കാം. പടം ഡയറക്ടർ ഒന്നും വിട്ടു പറയത്തില്ലെന്ന് കൂടെ. അല്ല എല്ലാവരും പടം തിയേറ്ററിൽ എത്തുമ്പോൾ അത് അറിയാം. എങ്കിൽ ബാക്കിയുള്ളവരെങ്കിലും പറയും. ഒറ്റ വാക്കിൽ പറയരുത്. ഞാൻ പേടും. അല്ല ഇത് സിനിമയെ കുറിച്ച് എല്ലാം നമുക്ക് പറയാം. സിനിമ നമുക്ക് തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാം. സവിനത് മിണ്ടാതിരിക്കുന്നത് സവിൻ അതിന്റെ ഡയറക്ടറാണ്. അതുകൊണ്ട് സവിന അറിയാം. കാരണം സിനിമ കാണുമ്പോൾ അതെല്ലാം മനസ്സിലാവുന്നതാണ്. നമ്മളിപ്പോൾ കാരണം ഇവർ നേരത്തെ റീല് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യിപ്പിച്ചാക്കണതും. ഇവരുടെ ഫൈറ്റാണെങ്കിലും ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനുണ്ടായിട്ടില്ല, പക്ഷെ അതിൻ്റെ കുറച്ച് കട്ട്സുകളൊക്കെ ഞാൻ കണ്ട്. അതൊന്നുമില്ലാതെ വെറുതെ റഫായിട്ടുള്ള കട്ടുകളൊക്കെ കണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇവരെ വെറും റീല് ചെയ്യുന്ന ആൾക്കാരല്ല. ഇവർ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തു. അതിന് ആദ്യം തന്നെ ഇവർ 4 പേരും ഭയങ്കരമായിട്ട് ഇവരെല്ലാവരും അതിനെ നമ്മൾ സമ്മതിക്കണത്. കാരണം അതിന് നമ്മൾ ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പോൾ സവിനും മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിലും അതിന് മുതിരണമല്ല. അത് 4 പേരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പൊ ഈ പാട്ടുകളിൽ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ള വേറൊരു എന്റർടൈനർ ആയിരിക്കും തീർച്ചയായിട്ടും. എനിക്ക് തോന്നണം ഇപ്പൊ നേരെ വാഴ 1 നല്ലതാണ്, അതേപോലെ തന്നെ ഇതും നല്ലതാണെന്ന് പറയുള്ളൂ. പൊതുവെ പുള്ളി ഇങ്ങനെയാണ്. ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണല്ലോ സവിൻ്റെ കൂടെ. സവിന് ഒരുപാട് ഇപ്പൊ വാഴ 1-ലും അസോസിയേറ്റ് ഒക്കെ ആയിരുന്നല്ല. പക്ഷെ നമുക്കൊരു സിനിമ പുതിയതായിട്ട് എടുക്കുന്ന ഡയറക്ഷനിൽ എടുക്കുന്ന ഒരു വെപ്രാളോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് എടുത്തത്. വളരെ സിമ്പിളായിട്ട് വളരെ കൂളായിട്ടാണ് സവൻ എടുത്താണത്. അതിനകത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്നതുള്ളൂ. ഈ വാഴ ഫസ്റ്റ് പാർട്ടിൽ ബേസിക്കലി നമ്മൾ ഇന്നാന്ന് പറയുന്നത് ഓപ്പൺ സീക്വൻസിൽ തന്നെ മീൻസ് ആ ഒരു ഹെലിക്യാമിൽ ഇവരെ സൈക്കിളിൽ ഇങ്ങനെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത് തന്നെ നമ്മൾ അങ്ങോട്ട് ഇന്നാവും. ബേസിക്കലി അങ്ങനത്തെ നമ്മൾ പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള ഒരു സാങ്കേതിക വിദ്യ കാര്യങ്ങള് ഒക്കെ ഉണ്ടായിരിക്കും. അതും ഇവരുടെ എക്സ്പ്രഷൻസ് കാര്യങ്ങള് അതിനെങ്ങനെയായിട്ടുണ്ടായിരുന്നു മേക്ക് ചെയ്തത്? കഥ എന്താണോ അതിന് അത് ഡിമാൻഡ് ചെയ്ത രീതിയിൽ മാത്രമാണ്. ഈ ബിബിൻ ചേട്ടനുമായിട്ടുള്ള ഒരു അസോസിയേഷൻ പുള്ളിയുടെ എല്ലാ കഥകളിലും ബേസിക്കലി ഭയങ്കര ഒറിജിൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നു. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഭയങ്കര റേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതി. അതെങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിയായിട്ട് ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്? ഞാനൊരു 3-4 പടമായിട്ട് ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ഭയങ്കര കംഫർട്ടായിരുന്നു. ടെമ്പോ കീപ്പ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ. അപ്പം സ്റ്റോറീസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു സിനിമ എന്ന് പറയുന്നത് ചെറിയ ചില പടങ്ങളിലെ ചെറിയ ഇപ്പൊ ലാലന്റെ പടങ്ങളിലൊക്കെ അടക്കം ചെറിയ അങ്ങനെ വന്നുപോയി മിന്യമായിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് ഈ വാഴക്കൂരാണ്. അതും പ്രേക്ഷകരെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ചിത്രത്തില്. അപ്പം അതെങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വാഴ ഇതിലേക്ക് വന്നത്. ഞാൻ ലാസ്റ്റ് ഷൂട്ടിന് ജസ്റ്റ് മുമ്പാണ് ഞാൻ ഉണ്ടായിരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ വിപിൻ ചേട്ടൻ കുറച്ച് കാലമായിട്ട് നമ്മുടെ വീഡിയോസ് കാണും, ഇടയ്ക്ക് മെസ്സേജ് അയക്കും, നല്ല വർക്കുകൾ വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷൂട്ടിന് തൊട്ട് മുന്നെയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ഫുൾ ലെങ്ത് പരിപാടി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സ്റ്റിൽ നല്ലൊരു ക്യാരക്ടറാണ്. ഇത് മുന്നേ ചെയ്തു വെച്ച് എനിക്ക് കുറച്ചുകൂടെ ഒരു ക്യാരക്ടർ വരുന്ന കുറച്ചുകൂടെ ആക്ടിങ് സ്കിൽസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വർക്കാണ്. എത്തി നോക്കിയപ്പോൾ സവിൻ ചേട്ടനായാലും ഇവരായാലും ഇവർ ഒരുപാട് പരിപാടികൾ കാണുന്നുണ്ട്. വന്ന് ആദ്യ ദിവസം തന്നെ നമ്മൾ സെറ്റായി എക്സ്പീരിയൻസ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. വിപിൻ ചേട്ടൻ എഴുതി വെച്ച സാധനം അതുപോലെ സവിൻ ചേട്ടനായാലും ഒരുപാട് പറയില്ല പരിപാടി കാരണം ഇപ്പൊ ഞങ്ങളാരും എക്സ്പീരിയൻസ്ഡ് അല്ല. നമ്മളൊരു ബിഗ് സ്ക്രീനിൽ നമ്മളൊക്കെ തുടങ്ങി വരുന്നത്. ഞങ്ങളുടെ ഇന്ന എക്സ്പീരിയൻസും അതുപോലെ നമ്മൾ വിചാരിക്കുന്ന കുറച്ച് സ്കിൽസും ഒക്കെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഡയറക്ടർക്ക് വേണം. അത് നമ്മളെ കൊണ്ട് മാക്സിമം നന്നായിട്ട് കൊണ്ടുവന്നു തോന്നുന്നു. ഇപ്പം അതിന് ഈ പറഞ്ഞ പോലെ സംബന്ധിച്ച് എല്ലാവരും ഇത്രയും പല ആളുകളും പല ഇതിൽ നിന്ന് വരുന്ന ആളുകളാണ്. സംബന്ധിച്ച് നിങ്ങൾ 3-4 പേര് ഓണായിട്ട് എപ്പോഴും കണ്ടന്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പോ കീപ്പിലാണ്. എല്ലാവരിലേക്കും എങ്ങനെയായിരുന്നു ഇത്രയും പെട്ടെന്ന്? അതായത് ഞങ്ങൾ 4 പേരും ഒരേ ഫീൽഡിൽ നിന്ന് വീഡിയോ ചെയ്ത് വരുന്നവരാണെങ്കിലും ദേവരാജിട്ടൊക്കെ വരും, നമുക്ക് അറിയാം എങ്ങനെയാണ് വീഡിയോസ് കണ്ടറിയാം. അപ്പൊ വരുമ്പോൾ തന്നെ ആ ഒരു കണക്ഷൻ വരുന്നുണ്ട്. വന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വല്ല കണക്ഷൻ ഉണ്ട് ദേവരാജുമായിട്ട്. പിന്നെ പയ്യെ ഓരോ പടത്തിൽ പിന്നെ സാബറുണ്ട്, പിന്നെ എല്ലാവരും നമുക്ക് അറിയാവുന്ന ആ വ്യക്തികളാണ്. അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ചേട്ടനായ പോലും ആ ഒരു സീനിയർ ആക്ടറിന്റെ ആ ഒരു ഇതല്ല, നമുക്ക് കുറച്ചുകൂടെ നമ്മളെ നേരത്തെ അറിയാന്നുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോഴും. ഇപ്പൊ സുധീഷ് ചേട്ടനായാലും
അജി ചേട്ടൻ എല്ലാവരും നമ്മളത് ബിഹേവ് ചെയ്ത അങ്ങനെ ഒരു രീതിയിലാണ്. നമ്മളത് നേരത്തെ അറിയാവുന്ന ഇടപെടലായാലും സ്നേഹമായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യുന്നതായാലും ആരുടെ ഒന്നും കിട്ടിയിട്ടില്ല. നല്ല രസമായിരുന്നു അല്ലേ ദേവരാജ്? ഈ നിങ്ങളുടെയൊക്കെ മുമ്പത്തെ ഒരു ഇന്റർവ്യൂല് പറയാറുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂഡില്ലെങ്കിൽ അന്ന് ഇയാളെ ഒഴിവാക്കും. മൂടുള്ളവരൊന്ന് അഭിനയിച്ചാൽ മതി, ഞങ്ങള് കംഫർട്ട് ആണെങ്കിൽ ആ രീതി. പക്ഷെ സിനിമയ്ക്ക് അവസാനം പോസിബിൾ അല്ലല്ലോ. അപ്പൊ അതെങ്ങനെ നിങ്ങള് അതിലേക്ക് നിങ്ങളായി? അത് ഒന്നാമത്തെ കാര്യം, ഞങ്ങള് കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് അതങ്ങനെ. ഇപ്പൊ ഞങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആളുകളുണ്ട്. അത് ഞങ്ങളുടെ മൂഡ് അനുസരിച്ച് ഞങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ മൂഡ് ചെയ്യിക്കാൻ ആളുകളുണ്ടല്ലോ. ഈ ബേസിൽ ഏട്ടനൊക്കെ ഉണ്ടല്ലോ, ബേസിക്കലി നിങ്ങളെ പോലെ തന്നെ ഭയങ്കര രസകരമായിട്ട് ഡിജിറ്റലിലും പ്രസൻസ് കാണിക്കുന്ന, അതേപോലെ തന്നെ ആക്ടിങ്ങിലാണെങ്കിലും പുള്ളിയുടേതായിട്ടുള്ള ഈ പറഞ്ഞ മൈനോട്ട് കുറെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഒരാളും കൂടെ സെറ്റിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്ന ഒരു ഫീൽ എങ്ങനെയാണ്? ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ അതിന്റെ ഒരു ഫീല് ഒരുപാട് നമുക്ക് തന്നതാണ്. ഇപ്പൊ സെക്കൻഡ് പാർട്ടിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൂഡ്? കൊള്ളായിരുന്നു. ബേസിക് ബ്രോ ഉണ്ടെന്നല്ലേ ചോദിച്ചാ? എന്നിട്ട് സെക്കൻഡിന്റെ കാര്യമോ? അത് മനസ്സിലായി. ഫസ്റ്റ് പാർട്ടിലെ ബേസിക് ബ്രോ അത് ഉണ്ടെന്നില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെനിക്ക് കിട്ടി. ബേസിലുണ്ടോ പടത്തില്? അല്ല അത് മിണ്ടാതിരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സിലായില്ല. ചില കാര്യങ്ങള് അല്ല, നമുക്കൊരു സീൻ തരുമ്പോഴും നമ്മൾക്ക് ആ സീൻ ചെയ്യുമ്പോ നമ്മൾ സാധാരണ ഒരു സിനിമയിൽ പോയി കഴിഞ്ഞ് ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാലൻസ് നമുക്കറിയാൻ പറ്റും. നാളെ എടുത്താലും മറ്റൊന്നെടുത്താലും. ഇത് ഇവരുടെ ഒരു മേക്കിംഗ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സീനുകൾ കൊണ്ട് ഒരു സീനാക്കി മെർജ് ചെയ്ത് ഉള്ള പരിപാടികളാണ്. അപ്പൊ ഈ സിനിമ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഇതിന്റെ സിനിമ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. ഇത് റിലീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ സിനിമ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ മനസ്സിലാണ് സിനിമ. ഞാൻ ഷൂട്ടിങ് കണ്ടിടത്തോളം ഇവർ ചെയ്തിടത്തോളം ഞാനപ്പോൾ ഒന്നും ചോദിക്കാറൊന്നുമില്ല അതെങ്ങനെയാണെന്ന്. കാരണം ഇവരുടെ സിനിമ ഇവരുടെ മനസ്സിലാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ട്രെൻഡ് അറിയാവുന്ന ആളുകളാണ്. നമ്മുടെ ബിപിൻ ദാസ് ആയാലും സബിൻ ആയാലും ഇതിന്റെ ബാക്കിയുള്ള ക്യാമറ അല്ല, നമ്മൾ വാഴ കണ്ടപ്പോ അതിക്ക് മുൻപുള്ള റൈറ്റിംഗ് കാര്യങ്ങൾ പുള്ളിയുടെ കണ്ടപ്പോഴും ഒക്കെ നമ്മൾ കണ്ടാക്കുന്ന സിനിമകളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ മേക്കിങ്ങും പുതിയൊരു മേക്കിംഗ് ആണ് ഇവരുടെ. കാരണം വലിയൊരു 10 മിനിറ്റൊക്കെ ഉള്ളൊരു സീനൊക്കെ ചെയ്ത് അല്ലെങ്കിൽ 5 മിനിറ്റിലൊക്കെ സീനൊക്കെ കണ്ടിരുന്നിട്ട് നമ്മൾ ബോറടിക്കാതെ കാണാന്ന് സിനിമയിൽ കാണാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് വലിയ ഡയറക്ടർമാരൊക്കെ അത് എനിക്ക് തോന്നുന്നു അത്രയ്ക്കും ദൈർഘ്യമുള്ള സീനുകളൊന്നും സിനിമയിൽ വന്നിട്ടില്ല. പക്ഷെ അതൊന്നും ബോറടിക്കാതെ ചെയ്യാൻ പറ്റിയ ആൾക്കാർ. അതാണ് എനിക്ക് തോന്നുന്നത് സിനിമനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇവര്. നമുക്കിപ്പോൾ പുതുമുഖങ്ങളായിട്ടുള്ള റൈറ്റർമാരും അതുപോലെ തന്നെ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ ഈ മേഖലയിൽ നമുക്ക് നല്ല സിനിമകൾ ചെയ്യണം, അതിനകത്ത് പൈസ ഇല്ല, നമുക്ക് നല്ല സിനിമകൾ ജനങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ഗ്രൂപ്പിൽ ചെന്നപ്പെട്ടൊരു എനിക്കൊരു സ്നേഹവും ഒരു ബഹുമാനവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സീനിൽ എന്താണെന്ന് ചോദിക്കാറില്ല. കാരണം ഈ സീൻ ഇവർ വിചാരിക്കണ പോലെ നമുക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല, ഇവരുടെ മനസ്സിലാണ് സിനിമ. അതുകൊണ്ട് ഈ സിനിമ കണ്ടാലാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ബേസിൽ ഉണ്ടാന്ന് ചോദിച്ചില്ലേ, അത് നമ്മൾ കാണുമ്പോഴേക്കും ചിലപ്പോൾ വണ്ടറടിച്ചു പോണത് ഇങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിൽ. നമ്മളാ സീൻ ചെയ്ത് അൺഎക്സ്പെക്ടഡും അത് ഒരു ഫീലും കിട്ടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരും അങ്ങോട്ട് മുഴുകി സംസാരിക്കാത്തതുകൊണ്ട് ഞാനൊരു സെഗ്മെന്റിലേക്ക് പോകാം. ജസ്റ്റ് ഫണ്ണി ക്വസ്റ്റ്യൻസ്. ഇതില് കോമഡി ഇതിലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, സിനിമനെ കുറിച്ച് ചോദിക്കുമ്പോൾ സിനിമനെ കുറിച്ചല്ല പറയാൻ പറ്റില്ല, അത് തമാശ രീതി. അല്ല, ഇത് ഓക്കെ, ഈ സെഗ്മെന്റ് ഓക്കെ. ഞാൻ പറഞ്ഞത് നേരത്തെ ചോദിച്ചാൽ നമുക്ക് തമാശയിൽ പറയാൻ പറ്റില്ല. മനസ്സിലായി, എനർജി ആയിട്ട് വീഡിയോയുടെ പോലെ അല്ലേ? അല്ല, അത് അങ്ങനെ വരത്തില്ല. ഞാൻ മനസ്സിലായി ബ്രോ. ബ്രോ ശ്രമിക്കുന്നുണ്ടെന്ന് കിട്ടി. അതാ സെറ്റിൽ ഏറ്റവും കൂടുതൽ ചായ കുടിക്കുന്ന ഒരാളാണ്. എന്റെ അഭിപ്രായത്തിൽ ആശയമാണ്. അവന് ചായ ഇഷ്ടപ്പെടുന്ന ചായ പ്രേമിയാണ്. എത്ര കുടിക്കും? വിനായക്
എൻ്റെ ഞാൻ പറയാൻ ബാക്കി. നമ്മളെല്ലാരും നീ ഒരു പക്ഷെ എന്താ പറയാ ഓരോരുത്തരും കാണുമ്പോ കുടിക്കുന്നത് ആശ്രമായിട്ട് നിൽക്കുമ്പോ വിനായകനായിരിക്കും ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. കൂടുതൽ ഞങ്ങൾ രണ്ടുപേരുടെ അതെ അതെ ഗ്യാങ്ങായിട്ട് കുടിക്കും. എന്താ ബ്രോ എന്താ പറഞ്ഞ ആശ്ര കാണുമ്പോ അല്ല നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോ പുള്ളി കുടിക്കുന്നതായിട്ട് തോന്നും, പക്ഷെ അവര് നോക്കുമ്പോ പ്രോ കുടിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ അത് മറക്കയില്ല. ഇതിപ്പോ നമ്മള് ഞാനും വിനായകമാണ് കൂടുതലും എല്ലാ ചായ കുടിക്കാൻ പോവാറുള്ളത്. നാലുപേര് പോകും, ഞാനും വിനായക് കൂടുതൽ എങ്കിലും ഡെയിലി പറഞ്ഞാൽ എത്ര എണ്ണം കുടിക്കും? അങ്ങനെ നമുക്ക് മൂഡ് അനുസരിച്ചാണ് ബ്രോ. ചായപ്പതി നോർമലി വൈകിട്ട് എന്തായാലും ആ, അങ്ങനെ. ഒരെണ്ണം അതെ, must ആ. അല്ലാതെ വരുന്നതൊക്കെ മൂഡ് അനുസരിച്ച് മാറുകയും ചെയ്യും. ഷൂട്ടിങ്ങിനിടയിൽ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തായിരുന്നു കറക്റ്റ് വിഷൻ അണ്ണതല്ലേ ഉള്ളത്. അത് അങ്ങനെ എല്ലാരും ഉം. എല്ലാവരും എടുക്കാം. എല്ലാരും എടുക്കുന്നത് ഇല്ല അങ്ങനെയില്ല. അന്ന് പോട്ടെ ഡയലോഗ്. അത് പറയാം. അതായത് ഓരോ ഡയലോഗ് വരുമ്പോഴും സാഹചര്യം അനുസരിച്ചും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതെ, അതെ. ഇപ്പൊ ചില സിറ്റുവേഷൻ ചിലപ്പോൾ ഞാനായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവരിൽ ആരും തെറ്റിക്കും. അത് നമ്മളെ ഇതിലാണ്. ഇതെല്ലാവരും ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ വേറെ ഒന്നും കൂടെ വേണം, ബെറ്റർ വേണമായിരിക്കും. ചിലപ്പോൾ ഇതിൽ നല്ല കിട്ടിയാലോ നല്ലതൊന്നും കിട്ടിയാലും വേറെ നല്ല വേണം, അങ്ങനെയൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. അത് ഒരാൾ മാത്രമല്ല, അത് എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യമാണ്. മാറി തിരിഞ്ഞൊക്കെ വരും. നമ്മളെ നാലൊരു കാര്യമാണേ. ഇതെല്ലാവരും ഇരുത്തിക്കൊണ്ട് ചോദിക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടാണ് പറയുന്നത്. എന്നെ മാത്രമാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇവരൊക്കെ എടുത്തെന്നുള്ളത്. ഇത് ഈ രണ്ടുപേരെ വെച്ച് ഇന്റർവ്യൂ ചെയ്ത് നോക്കിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇതെല്ലാവരും ഒരുമിച്ചിരിക്കണെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, ഡയറക്ടർ കട്ട് പറഞ്ഞിട്ട് എന്താണ് ആക്ടിങ് തുടർന്ന ഒരാള്. അതാണ് എനിക്ക് അതിലേക്കായി പോയി. ഫുഡ് കഴിക്കുന്ന സീൻ ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങിയാൽ വലിയ പാടാണ്. ആണോ? ഫുഡ് കഴിക്കുന്ന സീൻ അവര് കട്ടെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ സെറ്റില് എല്ലാരും വേറൊരു സീരിയസ് ഒക്കെ ആയിട്ടിരുന്നാലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ മൂഡ് ഫുള്ള് സ്വിച്ച് ചെയ്യുന്ന ആര് വരുമ്പോഴും അതെ അതെ ഭയങ്കര സവിനണ്ണ പോണില്ലല്ലോ അവിടെ. അതും പോയി ബൈക്ക് മേടിച്ച് പറഞ്ഞു അതും പോയി. ഈ സിനിമയിലെ ഒരു സീൻ റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചാൽ എന്ത് ചെയ്യും? അതിനെ നേരിടും അല്ലേ? ഇതില് almost പല സീനും നമ്മുടെ അത് personal സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതെ അതെ, നമ്മളെല്ലാം ഇവര് 4 പേരുടെ കഥ പോകുന്നു. ഇവര് 4 പേരിലെ ഒരാളുടെ കഥയെങ്കിലും എല്ലാവരുടെ ജീവിതത്തിലും സംഭവിച്ച കുറെ ഇൻസിഡൻസ് ആയിരിക്കും. അതെ. ആ ഒരു ജനറേഷൻ മൊത്തം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എനിക്കൊക്കെ ഇപ്പൊ എനിക്കൊരു ചേട്ടനാണ്, ഞാൻ ഒരുപാട് സീൻസ് ഇതിലുള്ള പോലെ പോകാറുണ്ട്. ആ ഒരു ബ്രദർഹുഡിന്റെ സ്റ്റോറിയാണെന്ന് പറയുന്നത്. എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും ഇതിൽ ഒട്ടുമിക്ക സീൻസ്. സിനിമ മുന്നോട്ട് വെക്കുന്നതും അങ്ങനത്തെ ഒരു അതെ അതെ അതെ, ആ ഒരു ജനറേഷനിൽ എല്ലാവർക്കും ഇത് നമ്മുടെ കഥയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് സീൻസ് അതിലുണ്ട്. അതുപോലെ അച്ഛനമ്മമാർക്ക് ആ ഒരു ജനറേഷനും ഇതിൽ ആൺപെൺ വ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല, എല്ലാവർക്കും കടന്നു പോകുന്ന കുറെ സീൻസ് ഒക്കെ തന്നെയാണ്. ഈ സാധനം നിങ്ങളെങ്ങനെ ഇത്ര റിലേറ്റബിൾ ആയിട്ടുള്ള കഥകൾ കൊണ്ടുവരുന്നത്? സത്യം പറഞ്ഞാൽ എല്ലാ സിനിമയിലും ഈ സാധനം ഭയങ്കരമായിട്ട് അത് എവിടെ നിന്ന് കിട്ടുന്നത്? ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനം. അതെ അതെ അതെ. എല്ലാ സബ്ജക്റ്റും. അനുഭവങ്ങൾ കൂടുതലായിരിക്കും. അതെ അതെ, എനിക്ക് എന്റെ അടുത്ത് ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ ഈ രാത്രി ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന സീനുണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിലൊക്കെ നാട്ടില് സത്യം പറഞ്ഞ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ ചായ ടൈം. ഇപ്പൊ എല്ലായിടത്തും നൈറ്റ് കടകൾ ആ ടൈമിലൊക്കെ അങ്ങനെയുള്ളു. പക്ഷെ അങ്ങനെ പല സംഗതികളും ഭയങ്കര ഇപ്പൊ ജയിലാണെങ്കിലും എല്ലാം ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതി. കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള സാധനം എടുക്കുമ്പോൾ പീപ്പിൾസിന്റെ കണക്ഷൻ കിട്ടും ഒരു ലൈഫിൽ നിന്ന്. അപ്പൊ അതിനും കൂടെ അത് നമ്മൾ എടുത്ത് ശ്രദ്ധിച്ച് ചെയ്യുന്നത് ആൾക്കാരുടെ കൂടെ കണക്ഷൻ വരാനുള്ള. ഈ അതുപോലെ തന്നെ ബേസിക്കലി ഈ വാഴ പാർട്ട് 1ലും 2ലും ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ കൂടുതലും, ഇല്ലെങ്കിൽ ആ തരത്തിലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അതെന്തുകൊണ്ടായിരുന്നു? അത് ഇവരെ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നു. നമ്മൾ അവരുടെ വീഡിയോസ് കണ്ടിട്ടായിരിക്കുമല്ലോ ലൈവായിട്ട് അവർ പെർഫോം ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. നമുക്കും പിന്നെ വേറെ വലിയ ടെൻഷൻ, ഇവർക്ക് എന്തോരം സ്പേസിൽ അവർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആണെന്ന് തോന്നുന്നു. ഇവര് 4 പേരല്ലാതെ പിന്നീടും ബേസിക്കലി ഇപ്പം ദേവരാജ് അടക്കമുള്ള ഇവരൊക്കെ ആഡപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അത് ബേസിക്കലി എങ്ങനെയായിരുന്നു ഇവരിലേക്ക് എത്തിച്ചേർന്നത്? എങ്ങനെയായിരുന്നു? ശരി, സ്ക്രിപ്റ്റ് എഴുതുന്ന വഴിയിൽ തന്നെയായിരുന്നു ഓരോ ഇന്നാള് ചെയ്യാം അങ്ങനെ ചെയ്യാം അങ്ങനെ ഇങ്ങനെ വന്ന് ചർച്ചയിലോട് ഉണ്ടായതാണ്.
ഈ ജസ്റ്റ് ഓരോ ക്യാരക്ടറിനും വേണ്ടി അതെ അതെ set ചെയ്ത് ആ, വരുന്ന രീതിയിൽ. അങ്ങനെ വന്നപ്പോഴാണ് ഓരോ ആൾക്കാരിലേക്ക് എത്തുന്നത്. അപ്പൊ അതിൽ ഓരോ ഓപ്ഷൻ നമ്മളിങ്ങനെ പറയും, ഓപ്ഷനുകൾ കണ്ടെത്തും. അപ്പൊ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ഒരാളിലേക്ക് എത്തുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു വാഴ? നിങ്ങളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളാണ് നിങ്ങൾക്ക് എന്തായിരുന്നു വാഴ? ഞങ്ങളുടെ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ക്രൂ ആയിട്ട് സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ബന്ധങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. ഇവരെയൊക്കെ ബേസിക്കലി ഈ പറഞ്ഞ പോലെ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ള ഈ റീൽസിലും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്തിട്ടൊക്കെ ആയിരുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എങ്കിലും അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ടെമ്പോ കീപ്പ് ചെയ്തു സെറ്റിൽ വന്നതിന് ശേഷം? ടെമ്പോ 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 പേടിച്ചു. ടെമ്പോ നമ്മള് ഇന്നോവയിലായിരുന്നു. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 8ല് ആവല്ലേ? 8ലേക്ക് ആവല്ലേ? അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഈ സിനിമയുടെ കൂടെ എന്താണെന്ന് മനസ്സിലായില്ലേ? 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കാൻ പോണേ ഉള്ളു. നായിക ഈ സിനിമയില്ല, നായികയാണ്. അത് വേറൊരു യൂണിവേഴ്സാണ്. അപ്പൊ അവൾക്ക് ആ ഏജിലുള്ള സിനിമ കാണുമ്പോൾ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ അവൾക്ക് 8ാം ക്ലാസ്സിലൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമേജേ വേറെ. നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും പറ്റിയ കുറേ പരിപാടികൾ അതിലുണ്ട്. മീൻസ് അവരുടെ ഓരോരോ യൂണിവേഴ്സിലായിട്ട് പല പല കഥകൾ കാര്യങ്ങളെല്ലാം മിംഗിൾ ചെയ്തു. എല്ലാവരുടെ സ്റ്റോറീസിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അല്ല, നമ്മളിപ്പോ ഇറങ്ങിയാക്കണ ഇപ്പൊ റിലീസായ സോങ്ങിൽ തന്നെ ഉണ്ട്. അത് ജനറേഷൻ കാണിക്കുന്നുണ്ടല്ലോ. അത് ചെറിയ ഇവരുടെ പിള്ളേരുടെ, അത് തന്നെ ഇവരുടെ യുദ്ധമാരുടെ, പിന്നെ നമ്മളുടെ കുറച്ച് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. അതിനകത്ത് സീക്വൻസുകൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ അച്ഛന്മാരുടെ ലോകവും കാണിക്കുന്നുണ്ടായിരുന്നു. അതും ഭയങ്കര ഈ പറഞ്ഞ അല്ല, ഈ സോങ്ങിലും ഉണ്ട് ചെറുതായിട്ട് അത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഉമ്മ വെച്ച് പോണ ആ സംഭവം, അത് കൊച്ചുമക്കളെ ആ സ്കൂൾ തലം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ അതായിട്ടുള്ള സ്കൂൾ തലം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എല്ലാത്തരം ആളുകൾക്കും റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയായിരിക്കും അത്. കാരണം എനിക്കൊണ്ട് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ ചെറിയ പിള്ളേർക്ക് ചിലപ്പോൾ ഫാമിലി സിനിമകൾ ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ പിള്ളേർക്കൊന്നും വലിയ ആൾക്കാരുടെ സിനിമയില്ലേ ഒന്ന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷേ ഈ ചെറിയ പിള്ളേർ വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും അച്ഛനും അമ്മക്കും പിള്ളേർക്കും രസിക്കാൻ പറ്റിയ സിനിമയുണ്ട്. അത് ആ സോങ്ങിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. അതിന്റെ കണക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഈ വാഴ 2 ഹ്യൂജ് സക്സസ് ആയി കഴിഞ്ഞാൽ വാഴ 3 ഉണ്ടാകുമോ? അതിന്റെ അത് ഈ പറഞ്ഞ വാഴ ഫസ്റ്റ് പാർട്ടിലെ ആക്ടേഴ്സുമായിട്ട് മിംഗിൾ ചെയ്തിട്ടുള്ള ഒരു സാധനം, ഒരു ലാസ്റ്റ് ബ്ലാസ്റ്റിംഗ് പരിപാടി ഉണ്ടാവും? ചാൻസ് ഉണ്ട്. എല്ലാവരും ഫ്രാഞ്ചൈസി പോലെ തുറന്നു പോകാൻ സാധ്യതയുള്ള ഒരു പരിപാടിയാണ്. പുതിയ ഇവിടെ ഒന്നും നിൽക്കില്ല. എല്ലാം മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. പുതിയ ഡയറക്ടേഴ്സ് പുതിയ അങ്ങനെ എല്ലാവർക്കും പുതിയ പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു ഫ്രാഞ്ചൈസി പോലെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്ന ഒരു പരിപാടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഉറപ്പായിട്ടും ഫസ്റ്റിലും 2ലും ഒക്കെയുള്ള ആൾക്കാർ 3ലുള്ളവരൊക്കെ വീണ്ടും കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നു. ഒരുപാട് ടെക്നീഷ്യന്മാർ വരും വാഴയിലൂടെ, ഒരുപാട് ഡയറക്ടേഴ്സ് വരും, പ്രൊഡ്യൂസർമാരും എല്ലാം പുതിയ ആളുകൾക്ക് വേണ്ടി. അങ്ങനെ നമ്മളുടെ ഞാനിപ്പോൾ ഒരു സ്ഥലത്തൊരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു ഗോവിന്ദാസിൻ്റെ ഒക്കെ. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നമ്മൾ മാത്രം വലുതായ പോരാ, നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ വലുതാവണം. അന്നൊരു ഇന്റർവ്യൂവിൽ ഞാൻ പറയണ കേട്ടാണോ വായിച്ചാണോ അറിയില്ല, അത് ഭയങ്കര ഒരു എല്ലാവർക്കും ഉള്ളൊരു മനസ്സല്ല അത്. നമ്മൾ മാത്രം ഡയറക്ടർ ഒരു 25 വർഷം എൻ്റെ പുറകെ കൂടി ഇങ്ങനെ അസിസ്റ്റൻ്റ് ആയി നടക്കട്ടെ, അസോസിയേറ്റ് ആയിട്ട് നടക്കട്ടെ, കഴിവുണ്ടെങ്കിൽ അങ്ങനെയല്ല, കഴിവുണ്ടെങ്കിൽ അവൻ അടുത്ത സിനിമ തന്നെ കയറ്റി വരണം. അങ്ങനെ നോക്കുന്ന, ഞാനതാണ് സിനിമനെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ അതിൻ്റെ സത്യമായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കഴിവുള്ളവർ ഒരിക്കലും വേറൊരാളുടെ കൂടെ പോയിട്ട് കാല് പിടിച്ച് നിൽക്കുന്നൊരു അവസ്ഥ വരരുത്. അതൊരു വലിയൊരു ടോക്കല്ലേ അത്. എനിക്കൊന്ന് വിപിൻ ചേട്ടന് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് ഒരു കുറെ നാള് വെറുതെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആ സാധനം നല്ലോണം തിരിച്ചറിയാൻ തോന്നുന്നു പുള്ളി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളി മേളേക്ക് വന്നപ്പോഴേക്കും മാമോട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഓക്കെ, അപ്പൊ ആശുപത്രി നായകനായിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. അതെല്ലാരും പറയണം, അതിനുള്ള ആൻസർ എല്ലാരും പറയണം. കേട്ടോ, അല്ല ഇവര് 4 പേരും ഒരുപോലാണ്. പിന്നെ ഒരു ഹീറോ, ചെറിയൊരു ഹീറോ പരിവേഷം.
എന്തായാലും പടം കാണുമ്പോൾ എനിക്ക് അത് അറിയാം. അതെ. എനിക്ക് പേഴ്സണലി ഇവർ 4 പേരും ഒരേപോലെ തന്നെ വർക്കാണ്. ഇന്ന ആള് വലുത് അങ്ങനെയൊന്നും തോന്നില്ല. എന്നാലും പേഴ്സണലി എനിക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ട് ഉണ്ട് ആക്ഷറിന്റെ അടുത്ത്. ആക്ഷറും എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പുള്ളിയുടെ കംഫർട്ട് സ്പേസ് ഉണ്ട്, അതിന്റെ ഉള്ളില് ഓണാണ്. അതിനുള്ളിലാണെങ്കിലും പുറത്തു പോയാലും പുള്ളി അകത്ത് വരാൻ ശ്രമിക്കാറുണ്ട്. അല്ല ഇപ്പൊ അങ്ങനെ അല്ല, അതല്ല ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എങ്ങനെയുണ്ട് ദേവരാജൻ ആശർ എന്താ പറയുക? ഓ അടിപൊളി. ഞാൻ ഇവരെ 4 പേരും ഞാൻ കുറെ വർഷങ്ങളായിട്ട് നമ്മളിപ്പോൾ എല്ലാവരും ഇവരെ കാണുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന ഞാൻ പറയാം, ലാസ്റ്റ് ഒരാഴ്ചയൊക്കെയാണ് ഞാൻ ഉണ്ടാവുന്നത്. ഷൂട്ടിന്റെ തൊട്ട് മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഓക്കെ ഇങ്ങനെയാണ് പരിപാടി, ഇവരായിരിക്കും. ചെന്ന് 2 ദിവസം മുന്നേ നമ്മൾ സെറ്റായി. പിന്നെ ഹാഷർ ഇവർ 4 പേരുടെയും പരിപാടി നമ്മളൊരു റീലിലോ അവരുടെ കുറച്ച് ഒരു ആക്ടിങ്ങിന്റെ ചെറിയൊരു ശതമാനം നമ്മളെല്ലാവരും കണ്ടു. അതിനേക്കാൾ ഒരു 2 മണിക്കൂർ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതുവരെ നമ്മൾ അവരെ കാണാത്ത കുറേ സമയങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. റീലിലെ പരിപാടി അതുപോലെ നിന്നിട്ട് കാര്യമില്ല. കുറച്ചുകൂടെ നമ്മൾ ആസ് ആൻ ആക്ടർ കുറേ ഇമോഷൻസ് കൈകാര്യം ചെയ്യാനുണ്ട്. അങ്ങനത്തെ കുറേ സീൻസ് വരുന്നുണ്ട്. റീൽ നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത സീൻസ് എനിക്കും ഇവർക്കൊക്കെ വന്നിട്ടുണ്ട്. അതെ, ഞാനും ഇവരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് എല്ലാവരും ചിന്തിക്കുമ്പോൾ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അത് നന്നായി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇല്ല നന്നായിട്ട് തന്നെ ചെയ്തത്. ഇപ്പൊ ഞങ്ങള് റീലിലാണെങ്കിലും കൈകാര്യം ചെയ്യാത്ത രീതിയിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതില്. അങ്ങനത്തെ ഒരുപാട് ഉണ്ട്. അപ്പൊ അതെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു. അല്ല അതിനാണ് ഇതിൽ പറയുന്നത്. എങ്ങനെയുണ്ട് ആശർ നന്നായി? ഭാവിയിൽ നമുക്ക് നല്ലൊരു ആവാൻ നല്ല പടങ്ങൾ അവന് കിട്ടും. ഞാൻ അപ്പൊ എനിക്കിഷ്ടമാണ് അവൻ. എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഉള്ള ഒരു വ്യക്തി നാളെ വലിയ നില എത്തുമ്പോൾ അത് നമുക്കും തീർച്ചയായും. പിന്നെ എക്സ്പ്രഷൻ ആണ് മെയിൻ. എക്സ്പ്രഷൻ മെയിനാണ്. ബ്രോ എങ്ങനെയുണ്ട് ആശർ? അവൻ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന എല്ലാം ഒരു ഡിഫറെന്റ് ആണ്. അതായത് അവന് അവൻ്റെതായുള്ള ഒരു സ്റ്റൈലുണ്ട്. അതെ തീർച്ചയായും. യുണീക്ക് ആയിട്ടുള്ള ഒരു നാക്കൊക്കെ ഇറക്കി തെറ്റോടെ യുണീക്ക് ആയിട്ടുള്ള സ്റ്റൈൽ അവനുണ്ട്. അപ്പൊ അതാണ് ഞാൻ കണ്ട നാക്കൊക്കെ ഇറക്കി പോയി. എങ്ങനെയുണ്ടായിരുന്നു ആശർ എന്നൊരു ഹീറോ? നല്ലതായിരുന്നു. ആശ്രേട്ടൻ നന്നായിട്ട് ചെയ്തു. പിന്നെ ആശ്രേട്ടൻ അനിയത്തി പോലെ ഒക്കെ. അപ്പൊ പിന്നെ നമ്മള് നല്ല നന്നായിട്ട് ചെയ്തു. ഈ മറ്റേ റീൽസിലൊക്കെ കാണുന്ന പോലെ ഒരു ചേട്ടായി മോഡ് തന്നെയാണോ? അല്ലെ മീൻസ് ആശറിനെയും ഈ റീൽസിൽ കാണുന്നേക്കാൾ കുറച്ചും കൂടി ഒരു അതിനെക്കാട്ട് അടിപൊളിയാണ്. അപ്പൊ റീല് കൊള്ളൂല്ലേ? ആശ്രിക നല്ലപോലെ ചെയ്തു. ആശ്രിക മാത്രമല്ല ഇവര് 4 പേരും അല്ലേ, എല്ലാവരും നല്ലപോലെയാണ് ചെയ്തിട്ടുള്ളത്. റീൽസിൽ ചെയ്ത പരിപാടികൾ മാത്രമല്ല അവർ ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ഈ റീലൊക്കെ വൈറലായതിനു ശേഷമാണ് ഇവരെ ഇൻസ്പയർ ചെയ്താണ് ഞാൻ ചെയ്തു തുടങ്ങുന്നത്. റോൾ മോഡൽസ് ആണ്. റോൾ മോഡൽസ് ആണ്. അപ്പൊ അന്ന് വിചാരിച്ചിരുന്ന ആഷിറിന്റെ അനിയനായിട്ട് അഭിനയിക്കാൻ പറ്റും പറയുമ്പോ അനിയനായിട്ട് നീ പോകോ, ഞാൻ ചോദിച്ചോളാം. അനിയനായിട്ട് വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോ റീൽസ് ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ സ്കൂളിലൊന്നും റീൽസ് ഒക്കെ എടുത്തോണ്ടേ കോളേജിലൊക്കെ അപ്പൊ അധികം ഞാൻ പോവാറില്ലായിരുന്നു. അല്ല അങ്ങനെ പോവാതിരിക്കുമ്പോ ഒരു ദിവസം അറ്റൻഡൻസ് വിളിച്ചു ടീച്ചർ. അപ്പം ഞാൻ പ്രസന്റ് പറഞ്ഞു. അപ്പൊ മാവേലി വന്നോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളെല്ലാം കളിയാക്കി ടീച്ചറെ അവൻ റീൽസ് ഒക്കെ എടുക്കുന്നതാണ്, അപ്പം അതുകൊണ്ടാണ് അവൻ വരാത്ത എന്നൊക്കെ പറഞ്ഞു. അപ്പം ടീച്ചർ ചോദിച്ചു ഇനി നീ വാഴ 2 അഭിനയിക്കാൻ പോവായിരിക്കും. എന്നിട്ട് അപ്പൊ പുള്ളെല്ലാം ഭയങ്കര കളിയാക്കി. അപ്പൊ ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചായിരുന്നു വാഴ 2 കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പൊ ഞാൻ വ്യസന സമയത്തിന് ഷൂട്ട് കഴിഞ്ഞിട്ട് അവസാനം ബാക്കപ്പ് സമയത്ത് സെവൻസ് എടുത്തു എന്ന് പറഞ്ഞു, ചേട്ടാ എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ നോക്കടാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചതില്ല. പിന്നെ വേറെ ദിവസം ഒരു കോള് വരുന്നത് അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചാലേ കൈയടിക്കാനുള്ള ഉത്തരം കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? എഴുതിക്കൊണ്ട്
ഈ കുമാരമാമന്റെ കട നിങ്ങളുടെ സങ്കല്പമാണ് ബ്രോ. സങ്കല്പമാണ്. അപ്പൊ ഇപ്പൊ ഈ ഗ്യാസ് ബേസിക്കലി ഇപ്പം ക്ഷാമമാണല്ലോ. അപ്പൊ കുമാരൻ അത് ഇപ്പോഴല്ലേ നോർമലി വിറകടുപ്പിലേക്ക് മാറും, ഗ്യാസിലല്ലോ. വിറകടുപ്പിലേക്ക് മാറും. ചേട്ടാ കുമാർ മാമാരെന്ന് മനസ്സിലായോ? ഏതാ? നമ്മളെ വീഡിയോസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കല്പിക ചോദിച്ചത്. ഓ ആ ഗ്യാസിന്റെ ചോദിച്ചാ അത് ഒരു അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. നമ്മള് കുമാർ നമ്മുടെ ചായക്കട എന്നാണ് പറയുന്നത്. അപ്പൊ പുള്ളി ഇപ്പൊ എങ്ങനെ ഡീൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. അതും മറക്കായില്ല. ഓക്കെ, അപ്പൊ Thanks. ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ് വാഴ 2. Thank you. അത് ഇതാക്കിയതാണ്. താങ്ക് യു. ഇനി ഒരു ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ. വാഴ 2 കഴിഞ്ഞ Final question. കഴിഞ്ഞ സംഭവം കഴിഞ്ഞ പുള്ളി എന്തൊക്കെ പ്രിപ്പയർ ആയി വന്നത്. അല്ലല്ല, അത് നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കാതിരിക്കുന്നൊന്നും അല്ല, എടുത്ത് പറയാണ്. വേറെ രീതിയിൽ ചിന്തിക്കരുത്. അതെ, ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. ഫിലിം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഫുൾ ഇത്. വീഡിയോയിൽ ചെയ്യുന്നത് അതൊരു ഇന്ന് അഭിനയിക്കുകയും പിന്നെ നമ്മളെ നാലിനിടയിൽ കിടന്ന് കാണിക്കുന്നതാണ്. അപ്പൊ അതേ രീതിയിൽ നിങ്ങൾ ഒരു ഇതേണക്കുള്ള ഇന്റർവ്യൂവിൽ പ്രതീക്ഷിക്കുമ്പോഴാണ് അല്ലേ? അല്ല, ഇതൊരു ഇന്റർവ്യൂ മൂടല്ലല്ലോ അല്ലേ? സാധാരണ സംസാരിച്ച കാര്യങ്ങളൊക്കെ അതുപോലെ ബേസിക്കലി ഇവർക്ക് പലതും പറയാൻ പറ്റാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ നേരത്തെ അതിന്റെ ഒരു ഫീല് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് വിട്ട് പറയാത്തത്. എന്താണ് അതുകൊണ്ടാണ്. അതെ അതെ, അത് തന്നെയല്ല, നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. നമ്മള് ഫുൾ സിനിമ നമ്മള് അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ സാധാരണ സിനിമകളിലൊക്കെ നമ്മൾക്ക് കഥ പറഞ്ഞു തരും, ആ കഥ മൊത്തം നമുക്ക് അറിയാൻ പറ്റും. ഇതങ്ങനെയല്ല. നമുക്ക് വാഴ ഫസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഓരോ സീൻ തരുന്നിട്ട് നമ്മൾ അഭിനയിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നല്ലാണ്ട് ഇതിന്റെ എൻഡിൽ എന്താണ്, ഇതിന്റെ മിഡിൽ എന്താണ് വരുന്നത്, ഇതിന്റെ തുടക്കം എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. അതൊക്കെ അവരുടെ കയ്യിലാണ് സിനിമ. അത് വേറെ യൂണിവേഴ്സലാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതാണ് നമുക്ക് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് തുറന്നു പറയാൻ പറ്റുക. അങ്ങനെ പറയണ്ടെന്ന് എഴുതിയിട്ടായിരിക്കും സൗകര്യപ്പെടാതിരിക്കുന്നത്. അതെ. അത് മാത്രമല്ല, പടത്തില് ഞാൻ മാത്രമല്ല മെയിനായിട്ട് ചെയ്യുന്നത്, വിനായകനും അജിനല്ല, നമ്മൾ നാലുപേരും ഇതാണ്. അപ്പം 4 പേര് ഇതിലൂടെയാണ് പോണം. ഇപ്പൊ ഒരാളെ ഇതിലല്ല, അത് എടുത്തു പറയണം. അതെ. പിന്നെ അത് തന്നെയല്ല, ഇവര് മറ്റുള്ള സിനിമകളിൽ ഞാൻ കണ്ടാക്കുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു നമുക്ക് നമ്മുടെ ഡേറ്റിൽ വരുക, ആ സീൻ അഭിനയിക്കുക. ഞങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവര് തുടക്കം മുതൽ ഇപ്പൊ ഇന്നത്തെ വരെ ഇവര് ഇതിന്റെ കൂടെ തന്നെയുണ്ട്, സവിന്റെ കൂടെയും ഒക്കെ ഉണ്ട്. കാരണം അവരില്ലാത്ത സീനായാലും അവരന്ന് ലൊക്കേഷനിലുണ്ടാവും. ഒന്നില്ലെങ്കിൽ അവരത് കണ്ട് നോക്കിയിരിക്കുക, അത് കഴിഞ്ഞാൽ ഉടനെ അവരെടുക്കുക. ഇല്ലെങ്കിലും ഇപ്പൊ 2-3 ഒരു ദിവസമൊക്കെ നമുക്ക് 5 ദിവസം സിനിമയിൽ ആ ഷൂട്ടിലില്ലെങ്കിൽ 5 ദിവസം ഇവരുടെ ഇൻക്ലൂഡിങ് ഉണ്ടാവും അതിനകത്ത്. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം അതിന്റെ പുറകെ കൂടി തന്നെ കണ്ട് പഠിക്കുക, അതൊക്കെ ഇവരുടെ ഒരു അത് എന്റെ സിനിമയിൽ കാണാനുണ്ടാവും കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല. കാരണം ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇവര് 4 പേരും. അത് ഭയങ്കരമാണ്. കാരണം കൂടെ തന്നെ സിനിമയുടെ കൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് വരും. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടർ കയ്യിൽ നിൽക്കും. മറ്റേന്ന് വെച്ചാൽ അവിടെ പോയി ഞങ്ങൾ അവിടെ പോയി 2 അഭിനയിക്കും, പിന്നെ ഇവിടെ വരും 3 ദിവസം. പിന്നെ അങ്ങനെയല്ല, കൂടെ നിൽക്കുമ്പോ ചിലപ്പോൾ അടുത്ത സിനിമയിൽ അങ്ങനെ കിട്ടൂല. അങ്ങനെ വരട്ടെ എന്തായാലും. പക്ഷെ അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. അപ്പം ലാസ്റ്റ് ഫൈനൽ എന്തുകൊണ്ട് പ്രേക്ഷകർ വാഴ 2 ആണ്? വാഴ 1 കണ്ടോണ്ട് അല്ലേ? അതെങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അല്ല, ഈ ചോദ്യം ചോദിക്കാൻ തന്നെ ഒരു കാരണം ഉണ്ടല്ലോ. അത് കൊള്ളാം, അതൊരു മാസമായിരുന്നു. ഓക്കെ, അപ്പം എല്ലാ ആശംസയും. താങ്ക് യു.